വെച്ച വീര, നമ്മളല്ല. എന്റെ സുഹൃത്തുക്കളെ, ബെക്കാടിയില്ലേ, ബെക്കാടി, ആ ബെക്കാടിയോട് കാണിച്ച ആ ധൃതി ഉണ്ടല്ലോ, ആ ധൃതിയുടെ ഒരംശം മതിയായിരുന്നു ഈ ദുരന്തം ഒഴിവാക്കാൻ. കൃത്യമാണ്, കാര്യങ്ങളെല്ലാം വളരെ കൃത്യമാണ്. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം പെയ്തത് 225 മില്ലി മഴയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കൂടിയിട്ടും പ്രവർത്തികൾ നിർത്തിവെച്ചില്ല എന്ന് പറയുന്നു. തടയാൻ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നു. 204.4 മില്ലിക്ക് മുകളിലേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ അത് അതിതീവ്ര മഴയാണ്. റെഡ്, ചുവപ്പ് അലേർട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷേ അവിടെ മഞ്ഞയായിരുന്നു. മനസ്സിലാക്കണം, അവിടെ മഞ്ഞയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷമാണ് അവിടേക്ക് റെഡ് അലേർട്ട് വന്നത് എന്നുള്ളതാണ്. നോക്കൂ, കള്ളാടി എന്ന് പറയുന്നത് ഒരു വിളിച്ചു വരുത്തിയ ദുരന്തം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്, അവിടെ മണ്ണ് കൂട്ടി വെച്ചിട്ടുണ്ട്, ആ മണ്ണ് കൂട്ടി വെച്ചത് മുഴുവൻ മാറ്റണമെന്ന് കരാറുകാരോട് പറഞ്ഞിരുന്നു, അവരത് ചെയ്തില്ല എന്ന്. ഒരു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ മന്ത്രിമാര്, അല്ലെങ്കിൽ MLA-മാര് ഒരു കാര്യം ഒരാളോട് ചെയ്യണം, മഴയാണ്, വളരെ പെട്ടെന്ന് ഇത് ചെയ്തു തീർക്കണം എന്ന് പറയുമ്പോൾ അത് അവർ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെല്ലാം? ചോദ്യം വളരെ സിമ്പിളാണ്. പിന്നെ എന്തിനാണ് ഇവരെല്ലാം എന്നുള്ളതാണ്. ഒരു സമ്പൂർണ്ണ പരാജയത്തിലേക്കാണോ നമ്മുടെ ഈ ഗവൺമെന്റ് പോയി പോകുന്നത്? ഇപ്പോഴേ അവര് പലരുടെ മേലേക്കും പഴി ചാരിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ഒരു നിമിഷത്തിൽ വേണ്ടത്. ആദ്യം വേണ്ടത് എങ്ങനെയെങ്കിലും അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തുക. മഴ മുന്നറിയിപ്പ് അവഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണ്ണ് മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റിയിട്ടില്ല എന്നുകൂടി നമ്മുടെ VD സതീശൻ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. ഇതൊന്ന് കേട്ടോക്കി, അദ്ദേഹം തന്നെയാണ് ഇത് പറഞ്ഞത്. അലർട്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ യെല്ലോ അലർട്ട് ആയിരുന്നു, പക്ഷേ റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മഴ ലഭിക്കുകയും ചെയ്തു. പക്ഷേ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല അവിടെ. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. അലർട്ടിന്റെ പ്രശ്നമല്ല, മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റാത്തതല്ലേ പ്രശ്നം. 225. അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ പറഞ്ഞു 225. പിന്നെ എങ്ങനെയാണ് അലേർട്ടിന്റെ പ്രശ്നമല്ല എന്ന് പറയുന്നത്? അലേർട്ടിന്റെ പ്രശ്നമാണ്. അവിടെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നു, അത് മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. കേട്ടോക്കെ, സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ചിട്ടുള്ള ഇതാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇത് പ്രാഥമികമായ വിവരങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രാഥമികമായി ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് പ്രശ്നം. മഴ പെയ്താൽ അത് അപകടത്തിലാകും, അത് അപകടത്തിലേക്ക് പോകുമെന്നതും മൺസൂണല്ലേ, പോകുമെന്നും മുൻകൂട്ടി ജില്ലാ കളക്ടർ തന്നെ ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഉത്തരവിന്റെ കോപ്പി എന്തായിരുന്നു? 20-ാം തീയതി തന്നെ ഇറക്കിയതാണ്. ശരി, 20-ാം തീയതി തന്നെ അവർ ഉത്തരവായിട്ട് അത് ഇറക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു വാർത്ത കൂടി നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. ഇദ്ദേഹം പറഞ്ഞ മണ്ണ് നീക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർദ്ദേശം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. എന്നാൽ മണ്ണ് നീക്കാനല്ല നിർദ്ദേശം കൊടുത്തത്, അവിടെ നിന്ന് ആളുകളെ മാറ്റുവാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം കൊടുത്തത്. മണ്ണ് നീക്കൽ എന്ന് പറയുന്ന പരിപാടി വളരെ പെട്ടെന്ന് നടക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കേട്ടോക്കി, വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയുടെ നിർമ്മാണ പ്രദേശത്ത് നിന്ന് മണ്ണ് പൂർണ്ണമായും നീക്കാൻ നിർദ്ദേശം നൽകിയിരുന്നില്ല എന്ന രേഖകൾ. കൂട്ടിയിട്ട മണ്ണിന്റെ ഉയരം കുറയ്ക്കാൻ മാത്രമാണ് നിർദ്ദേശം നൽകിയത്. പൊതുമരാമത്ത് വകുപ്പിന്റെ അവലോകന യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ലിൻഡോ വർഗീസാണ് വിവരങ്ങളുമായി കണ്ടില്ലേ? കൃത്യമായിട്ട് ന്യൂസ് മലയാളത്തിൽ പറയുന്നു, അവിടെ മണ്ണ് നീക്കാനൊന്നും നിർദ്ദേശം ഉണ്ടാകുന്നില്ല, അതിന്റെ ഉയരം കുറയ്ക്കുക എന്നത് മാത്രമായിരുന്നു. കാരണം നീക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുക എന്നൊരു സംഗതിയിലേക്കായിരുന്നു എല്ലാവരും തിരിഞ്ഞിരുന്നത്. നോക്കൂ, ഈ ഒരു നിമിഷത്തിൽ എന്താ വേണ്ടേ? വളരെ പെട്ടെന്ന് അവിടെയുള്ള ആളുകളെ, കുടുങ്ങിപ്പോയ അന്യസംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ള ആളുകളെ എങ്ങനെ രക്ഷപ്പെടുത്താം, അവരെ ജീവിതത്തിലേക്ക് അവരെങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്ന് ആലോചിക്കുന്നതിന് പകരമായിട്ട് ഇപ്പോഴും പിണറായി വിജയന്റെ മേലേക്ക് പഴികളെല്ലാം ചാരി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇവരെല്ലാം നടത്തുന്നത്. അല്ലാതെ ഇവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും യാതൊരു വിധത്തിൽ അവഗാഹങ്ങളും ഇന്നില്ല എന്നുള്ളതാണ്. LDF സർക്കാരിന്റെ അവസാന കാലത്ത് ഒരു മൂന്നാം ഊഴം പ്രതീക്ഷിച്ചുകൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണ് ഈ വയനാട്ടിലെ തുരങ്കപാത. എന്റെ സുഹൃത്തുക്കളെ, ഈ ഒരു നിമിഷത്തിൽ ഇങ്ങനത്തെ ചില വർത്തമാനങ്ങൾ പറയേണ്ട സമയമാണോ? രാഷ്ട്രീയ വർത്തമാനം പറയേണ്ട സമയമാണോ? ഒരിക്കലുമല്ല. ഒരു കാരണവശാലും ഈ സമയത്ത് രാഷ്ട്രീയ വർത്തമാനങ്ങൾ നിർത്തണം. അത് വേണമെങ്കിൽ അത് നമുക്ക് കേൾക്കാം, കാരണം ചിലതല്ല നമുക്ക് കേൾക്കന്നെ വേണം. കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. അപ്പൊ കലക്ടറുമായി ഈ ഘട്ടത്തിൽ വേറെ തരത്തിലുള്ള പ്രസ്താവന
ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾ ചില പ്രസ്താവന നടത്തിയതായിട്ട് കണ്ടു. അങ്ങനെ രാഷ്ട്രീയമായി മറുപടി പറയാൻ അറിയാത്തതുകൊണ്ടല്ല. പക്ഷേ ഈ ഘട്ടത്തിൽ അത്തരം രാഷ്ട്രീയ പ്രസ്താവനകൾക്കല്ല പ്രസക്തി. പകരം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കലും രക്ഷാപ്രവർത്തനമാണ് പ്രസക്തി എന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ആ നിലയിൽ നിലപാട് സ്വീകരിക്കുന്നത്. കണ്ടില്ലേ നടന്നോ മഴ കണ്ടില്ലേ എത്ര കൃത്യമായിട്ടാണ് അതൊരു CPM-കാരനായിട്ടുള്ള മനുഷ്യൻ പറയുന്നത്. ഈ സമയത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒഴിവാക്കണമെന്നുള്ളതാണ്. എന്നാൽ പച്ചയ്ക്ക് രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ് ഇപ്പോൾ UDF-ന്റെ കയ്യിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ ഇവിടുന്നാണ് കൊടുത്തതാ പാരിസ്ഥിതിക അനുവാദം പറയുന്നത്. ഈ പറയുന്ന നമ്മുടെ സ്റ്റേറ്റ് കൊടുത്തു, ഡൽഹിയിൽ നിന്ന് കൊടുത്തു. ഇവിടുത്തെ പാരിസ്ഥിതിക വകുപ്പ് മന്ത്രാലയത്തിൽ നിന്നാണ് അതിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പഠനം നടത്തും സർക്കാർ കൊടുത്തത്. ഞങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചിട്ട് മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് അതിന് തീരുമാനം സർക്കാർ ഉണ്ടായിരുന്ന അധിക മണ്ണ് മാറ്റാൻ ഒരു സുരക്ഷിത സ്ഥലം വേണമെന്ന് നേരത്തെ തന്നെ കരാർ കമ്പനി PWD അത് അന്ന് ഗവൺമെന്റ് കൊടുക്കേണ്ടത്. ഈ വർക്ക് തുടങ്ങിയത് 10 മാസമായി. 10 മാസമായി. കഴിഞ്ഞ മാസം അവലോകന യോഗത്തിൽ കണ്ടില്ലേ എന്തൊരു മോശമാണ്, എന്തൊരു വഷളത്തരമാണ്. ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുക. 10 മാസമായി വർക്ക് തുടങ്ങിയിട്ട്. ഇത് പിണറായി വിജയൻ തുടങ്ങിയാണ്. അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം ചുമതലകൾ, അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം വർക്കുകൾ തുടങ്ങി. അദ്ദേഹം കണക്കിലാക്കാൻ വരുന്ന ഈ മണ്ണൊക്കെ എങ്ങോട്ട് മാറ്റിയിടണമെന്ന് നോക്കൂ. ഈ സമയത്താണ് ഇത്തരത്തിലുള്ള വർക്കുകൾ, ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയേണ്ടത്. ഇവർ അധികാരത്തിൽ കയറിയപ്പോൾ ഇവരെന്താ ചെയ്തിരുന്നത്? വളരെ പെട്ടെന്ന് ബെക്കാടി എങ്ങനെ കൊണ്ടുവരാമെന്നല്ലേ. ജനങ്ങളെ ജീവനെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ട് ഇവർ മീറ്റിംഗ് കൂടിയെന്ന് പറയുന്നു. അങ്ങനെ മീറ്റിംഗ് കൂടിയിട്ടുണ്ട് എങ്കിൽ ആ മീറ്റിംഗ് കൂടിയതിനനുസരിച്ച് അത് കൃത്യമായിട്ട് മാറ്റാൻ വേണ്ടി ഇടപെടണം എന്ന് എന്താ ഇവരന്ന് ശക്തമായിട്ട് പറഞ്ഞില്ല? PWD വർക്ക് സൈറ്റ് അല്ല, കൊങ്കൺ റെയിൽവേക്ക് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തുരങ്കപാത നിർമ്മിക്കുന്നതിന് ഇവിടുത്തെ കോൺട്രാക്റ്റാണത്. അതിന്റെ വർക്ക് തുടങ്ങി. പിന്നെ നമ്മുടെ ഗവൺമെന്റ് വന്നു, നമ്മളതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഞാൻ കഴിഞ്ഞ മാസം 12-ാം തീയതി ഓൺലൈനിൽ ഒരു മീറ്റിംഗ് വിളിച്ചു. സെക്രട്ടറിയും PWD സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും കളക്ടർമാരും കൂടി മീറ്റിംഗ് കൂടി. കൊങ്കണിന്റെ ആളുകളൊക്കെ മീറ്റിംഗ് കൂടി. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയതിനു ശേഷം ഒരു ടീമിനെ പറഞ്ഞയച്ചു. PWD സെക്രട്ടറി അധീര IAS, അഡീഷണൽ സെക്രട്ടറി വിനോദ് IAS, ചീഫ് എഞ്ചിനീയർമാർ, അതുപോലെ കളക്ടർ, വയനാട് കളക്ടർ. അങ്ങനെ മീറ്റിംഗ് കൂടിയിട്ട് അവിടെ മണ്ണ് കൂടുതലായിട്ടുണ്ട്, അത് നീക്കണം എന്നുള്ള ഒരു ഓർഡർ കൊടുത്തിട്ടും അത് അവർ അനുസരിക്കുന്നില്ലെങ്കിൽ അത് അനുസരിപ്പിക്കുക എന്നുള്ളതല്ലേ ഈ മന്ത്രിമാരുടെ, ഈ MLA-മാരുടെ, ജനപ്രതിനിധികളൊക്കെ ചുമതല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഇത് T സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ പറയുന്ന പോലെ ഇത് മനുഷ്യനിർമ്മിത ദുരന്തം തന്നെയാണ്. അവിടെ കൂട്ടിയിട്ട മണ്ണ് മാത്രമല്ല, അതിന് മുകളിൽ നിന്നാണ് സംഗതി പൊട്ടിയൊലിച്ചത്. അതിനൊപ്പം അവിടെ കൂട്ടിയിട്ട മണ്ണ് കൂടി ഈ ഒരു ദുരന്തത്തിന് ആഘാതം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. എന്തായാലും ആരെങ്കിലും രാഷ്ട്രീയപരമായിട്ട് പഴി ചാരുന്നതിന് പകരമായിട്ട് തങ്ങൾ ചെയ്യേണ്ട ജോലികൾ ഈ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്ന ടീംസ് കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ ഒരു ദുരന്ത വാർത്ത നമ്മൾക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷേ വീണ്ടും 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 ഓരോ മഴക്കാലത്തും ഇങ്ങനത്തെ ദുരന്ത വാർത്തകൾ നമ്മുടെ ചെവിയിലേക്കും മനസ്സുകളിലേക്കും കേൾക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ബൈ.